ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവരും സംസാരിക്കുന്നതും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു വാക്കാണ് ഡിപ്രഷൻ. എന്താണ് ഡിപ്രഷൻ? പണ്ടത്തെ പോലെ ഡിപ്രഷൻ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുമോ അല്ലെങ്കിൽ അത് പുറത്ത് പറയാൻ മടിക്കുന്നു ഒരു സമൂഹമല്ല. നമ്മൾ കൂടുതലായിട്ടും അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും അതിൻ്റെ സാധ്യതകളും വരാതെ നോക്കാനുള്ള സാധ്യതകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട സഹായങ്ങളും അങ്ങനെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്നാൽ പണ്ടത്തേനേക്കാൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉള്ള ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാടും മൊത്തത്തിൽ ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കൂടുതലും നമ്മുടെ അച്ഛൻ അമ്മമാരുടെ ഒരു ജനറേഷൻ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ജനറേഷൻ ആയാലും അവരോടൊക്കെ നമ്മൾ ഒരു കുട്ടി ചെന്നിട്ട് ഈ ഡിപ്രഷനാന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിനക്ക് മടിയാണ്, ഡിപ്രഷനൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മളൊക്കെ വളർന്നു വന്നത് ചെറുപ്പത്തിൽ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് പുരോഗമിച്ചു ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ഡിപ്രഷൻ എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ വെറുതെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം വിഷമിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ ചെറിയൊരു നേരത്തെ സങ്കടം ആണോ, അതിനൊക്കെ വെച്ചാൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും ഡിപ്രഷനായിട്ട് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പം എന്താണ് ഡിപ്രഷൻ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. നമ്മളിന്ന് എന്താണ് ഡിപ്രഷൻ എന്നാണ് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ അഥവാ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസോർഡറാണ്. അത് ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് നമ്മുടെ മൂഡ് വളരെ ഡൗൺ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കൂടുതൽ സമയത്തേക്കൊന്നും നമുക്കൊരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ ഒന്നും താല്പര്യത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മടുക്കും. പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ മൂഡ് ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, നമ്മൾ പീരീഡ്സിലൊക്കെ വരുന്ന പോലെ സാധാരണ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കണികകളെയും അത് ബാധിക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളുടെ സെൽഫ് കെയർ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മളുടെ ചിന്ത, എല്ലാത്തിനെയും അത് ബാധിക്കും. അത് നമ്മളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്കൂളിലോ അവിടെ എവിടെ വേണമെങ്കിലും അതെന്താണ് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മളുടെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കാരണം. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും വരാം. കൂടുതലായിട്ടും അത് വരാൻ സാധ്യതയുള്ളത് ഈ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ആൾക്കാർ, അതൊന്നെല്ലാം ചെയ്യുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫുള്ള ആൾക്കാർ, അങ്ങനെയുള്ള അതിലൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഇത് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കാരണം നമുക്ക് ഡിപ്രഷൻ വരാം. ഹോർമോൺസിൻ്റെ ഒക്കെ വ്യതിയാനങ്ങൾ കാരണം നമുക്ക് ഡിപ്രഷൻ വരാം. അപ്പോൾ അതിനൊക്കെ മെഡിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ കൂടുതലും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് വ്യത്യാസങ്ങൾ വരുത്തേണ്ടത്. അപ്പം നമ്മൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് ഉള്ള പോപ്പുലേഷനിൽ 3.8% ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട്. അതിൽ 5% അഡൾട്ട്സിനാണ്. ഇതിൽ 5.7% അഡൾട്ട്സ് എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ
250 മില്യൺ ആൾക്കാർക്കാണ് ലോകത്ത് ഡിപ്രഷൻ ഉള്ളത്. അപ്പൊ നമ്മള് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു നോൺ എക്സിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പല ആൾക്കാർക്കും. ആരും ഓക്കെ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര വെറുതെ ഒരാളുടെ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മടിയായതുകൊണ്ട് അവര് ഏഹ്, ഒരു ഫാഷൻ പോലെ കൊണ്ട് നടക്കണതാന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ അവിടെ. ഇതിന് ഒരു ശരിയായിട്ടുള്ള ഒരു രോഗമായിട്ട് കൺസിഡർ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു രോഗമാണ്, മെന്റലി ഉള്ള ഒരു രോഗമാണ്, ചികിത്സയുള്ള രോഗമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാട്ടും കൂടുതൽ ഈ ഡിപ്രഷൻ വരാനുള്ള സാധ്യത. ഈ ഗർഭിണികൾക്കും അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ ഈ ഡിപ്രഷൻ വരാനുള്ള പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞു തുടങ്ങി. ആഹ് അമ്മമാരായാലും അല്ലെങ്കിൽ ഫാമിലീസ് ആയാലും നമ്മുടെ സമൂഹമായാലും കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ഇപ്പോഴാണ് സംസാരിച്ചറിഞ്ഞു തുടങ്ങി. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ലോകത്തിൽ 7 ലക്ഷം ആൾക്കാര് സൂയിസൈഡ് കാരണം, ഡിപ്രഷൻ മൂലം സൂയിസൈഡ് കാരണം മരിക്കുന്നുണ്ട് ഒരു കൊല്ലം. ഈ 15 വയസ്സ് തൊട്ട് 29 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ നാലാമത്തെ നാലാമത്തെ ഏറ്റവും വലിയ കാരണമാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂയിസൈഡിലേക്ക് നമ്മളെ തള്ളിവിടാൻ വരെ കെൽപ്പുള്ള ഒരു രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മെന്റൽ ഹെൽത്ത് അല്ലേ, നമുക്ക് ഫിസിക്കലി അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ക്യാൻസർ പോലൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് അത് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലാത്ത ഒരാൾക്ക് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഒരേ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്ന രണ്ടുപേരിൽ ചിലപ്പോൾ ഒരാൾക്ക് ഡിപ്രഷൻ വരാം, മറ്റാൾക്ക് വരാണ്ടിരിക്കാം. അപ്പൊ ഈ വരാത്ത ആള് പറയാണ് ഒരു ഓക്കെ എനിക്ക് വന്നില്ലല്ലോ, ഞാനിതൊക്കെ അനുഭവിച്ചതല്ലേ, നിനക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുന്നതിൽ അവിടെ പ്രസക്തിയില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതവും അല്ലെങ്കിൽ ഓരോരുത്തരും എങ്ങനെ ഒരു കാര്യത്തിന് നോക്കിക്കാണുന്നു, അവരുടെ ജീവിതത്തിൽ അതിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാവുന്നു, അവരെങ്ങനെ അത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതിന്റെ റിയാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഒരാൾക്ക് വന്നില്ല എന്ന് കരുതി മറ്റൊരാൾക്ക് വന്നുകൂടാ എന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് ഈ 75% ആൾക്കാരും ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിലുള്ള 75% ആൾക്കാർക്കും ട്രീറ്റ്മെന്റ് ഒന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റും ഇതിന് വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. പിന്നെ അതിനേക്കാൾ വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് വരെ ഇതൊരു ടാബു ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ആളും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാലമായിരുന്നു. ഈ കോവിഡിന്റെ ഒക്കെ ശേഷമാണ് കൂടുതൽ ആൾക്കാർ അതിനെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയതും സ്വന്തമായിട്ട് മെഡിക്കലി ഉള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏഹ് ഒരു നാണക്കേടായിട്ടോ അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള അപരാധമായിട്ടോ കൺസിഡർ ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ. പിന്നെ കോവിഡിന് ശേഷം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം ഈ ഡിപ്രഷൻ സിംറ്റംസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് ഒരാളെ തള്ളിവിടാൻ കെൽപ്പുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോവിഡിന് ശേഷം ഒട്ടുമിക്ക ആൾക്കാരും ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റിലായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരുപാട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാര് വിദേശത്ത് പഠിക്കാൻ പോയി. പോയൊരു മിക്കവരും ഈ തണുപ്പുള്ള രാജ്യങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു വേറൊരു കാലാവസ്ഥയാണ് അവിടെ. അപ്പൊ അതും ഒരുപാട് അവരുടെ മൂഡിനെ ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ എന്ന് പറയുന്നത്
ഡിപ്രഷനിലേക്ക് നയിക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഏഹ്, നമ്മളെല്ലാവരും ഒരു ട്രോപ്പിക്കൽ റീജിയണിൽ ജീവിച്ച് ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു തണുപ്പുള്ള അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻ തണുപ്പുള്ള ഒരു സ്ഥലത്തിലേക്ക് പറിച്ചു നടുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ഒരു കുറവ് കൊണ്ടുണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതും ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു മഞ്ഞ് കാലാവസ്ഥ. ഒരുപാട് സമയം ഇങ്ങനെ ഒരു തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ജീവിതം. അവിടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ നമുക്ക് അതിനധികം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് ആ ഒരു പഠിത്തം, അത് കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ജോലി, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഒരു സോഷ്യലൈസിങ്ങിനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരു എന്താ പറയാ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. പല കാര്യങ്ങളും നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ അതൊക്കെ നമുക്കിപ്പോ എന്താ പറയാ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഒരു അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ആണ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുണ്ടാക്കും. ആഹ് പിന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ കാരണം ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുകയും ആഹ് അതൊക്കെ ഈ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് നമ്മളെ തള്ളിവിടാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കുന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ അവർ പങ്കുവെക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലും നമ്മൾ ചർച്ച ചെയ്യും. അതൊരു നോർമൽ ഓക്കെ ഇതൊക്കെ അത്യാവശ്യം നമ്മൾ നല്ലപോലെ അറ്റൻഷൻ കിട്ടേണ്ട ഒരു ടോപ്പിക്കാണ്, സംഗതിയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇതിനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്, പുരോഗമിക്കാനുണ്ട് ആൾക്കാരുടെ ചിന്താഗതി. എന്നാലും ഒരുപാട് നമ്മൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ നമ്മൾ എങ്ങനെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുക നമ്മൾ സാധാരണ ഒരു ഉം, സാധാരണ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ ആണോ അതോ ഒരു ഡിപ്രഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കിപ്പോ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ ഒക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്നതിനെല്ലാം നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും. ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും ഒരു ആഴ്ചകളോളം മാസങ്ങളോളം നമുക്ക് ഇങ്ങനെ ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. റെഗുലർ ആയിട്ട് നമുക്ക് മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. നമുക്ക് എപ്പോഴും ഒരു വിഷമം ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുക, ഭയങ്കര ഇറിറ്റേഷൻസ് വരിക എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ നമുക്കൊരു ശൂന്യത തോന്നുക. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പ്രസന്റിനെ കുറിച്ചിട്ടോ പ്രത്യേകിച്ച് ഒരു താല്പര്യമോ പ്രതീക്ഷകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരിക. പിന്നെ നമുക്ക് അതിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുവർ കോൺസെൻട്രേഷൻ. കാരണം നമുക്കിപ്പോൾ പണ്ടിപ്പോൾ നമ്മൾ ചിന്തിക്കും, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എത്ര സമയം പഠിച്ചിരുന്നതാ. എനിക്ക് തീരെ ഒന്നിനും പഠിക്കാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് നമുക്കൊരു സംഭവത്തിലേക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു. അതൊരു ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള സംഭവിച്ചിരിക്കുന്ന ഒരു വലിയൊരു മാറ്റാണ് മനുഷ്യന്മാരിൽ. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു. കോൺസെൻട്രേഷൻ ഭയങ്കര പുവറായിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് ഒരുവിധം എല്ലാവർക്കും. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ട് തോന്നുക. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പം അൺഎംപ്ലോയ്മെന്റ് കൂടുതലാന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫോൺ നോക്കിയിരുന്ന് രാത്രി ആകുമ്പോഴാവും നമ്മൾ ഓക്കെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഫോൺ നോക്കാനല്ലാണ്ട് നമ്മൾ വേറൊരു കാര്യം ആ ദിവസം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഇനിയായിരിക്കും ഒരു 50% ആൾക്കാരെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഗിൽട്ട് ഉണ്ടായിരിക്കും. എൻഡ് ഓഫ് ദി ഡേ അവർക്കൊരു ഗിൽട്ട് ഉണ്ടായിരിക്കും. ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും നേടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിന്നും എന്നെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് അവർക്കുണ്ടായിരിക്കും. പിന്നെ ഒരു ലോ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള
ഇതിലേക്ക് അത് നയിക്കുകയും ചെയ്യും. കാരണം ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. അങ്ങ അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള സിംപ്റ്റമാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഭാവിയെ കുറിച്ചിട്ട് നമുക്ക് ഒരു നമ്മുടെ പ്രതീക്ഷയൊക്കെ നശിച്ചു പോവാ. ഒരു നമുക്ക് നമ്മൾ പറയില്ലേ നമ്മളുടെ ടണലിന്റെ എൻഡിലുള്ള ഒരു പ്രകാശം എന്ന് പറയുന്ന ആ ഒരു പ്രകാശം കാണാത്തൊരവസ്ഥ. മുമ്പിലേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഇത്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താം. അടിക്കടി നമുക്ക് സൂയിസൈഡ് ചെയ്യാനോ ആത്മഹത്യപരമായിട്ടുള്ള ഉള്ള ചിന്തകളൊക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക. ഉം. രാത്രി തീരെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും രാത്രി മുഴുവൻ ഇരുന്ന് 4 മണി വരെയും 6 മണി വരെയും വെളിച്ചാവണ വരെ ഇരുന്ന് ഫോൺ നോക്കിയിട്ട് പിന്നെ ഒരു ഒരു ഉച്ചയ്ക്ക് 12 മണി വരെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ സ്ലീപ്പ് സൈക്കിളിൽ തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇപ്പം സ്ലീപ്പ് സൈക്കിളിൽ വ്യത്യാസം വന്നില്ലെങ്കിലും നല്ല ഡിപ്രഷനുള്ള ആൾക്കാർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. നമുക്ക് ഉറങ്ങണം എന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിശപ്പ് നഷ്ടപ്പെടുക. അല്ലെങ്കിൽ വിശപ്പിൽ വ്യത്യാസം ഉണ്ടാവുക. നമുക്ക് അതുപോലെ കഴിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് കഴിക്കാൻ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വെയിറ്റിൽ വ്യത്യാസം വരിക. പിന്നെ ഭയങ്കരമായിട്ട് ലോ എനർജി. നമുക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണം തോന്നുക. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഒരു ഉഷാറോ ഉന്മേഷമോ ഒന്നും ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ കോമൺ ആയിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വയം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ട കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് സിംറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കൂളിനെ ആയാലും വർക്കിനെ ആയാലും നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ സെക്കൻഡിനെയും ഇത് ബാധിക്കും. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലീനിങ് വീഡിയോസ് ഒക്കെ കാണും. വെസ്റ്റേൺ ആയിട്ടുള്ള കൺട്രീസിൽ ഉള്ള ആ, ചില ആൾക്കാർക്ക് ചില കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ക്ലീൻ ചെയ്ത് കൊടുക്കും. അവരുടെ വീട് ക്ലീൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ആ വീട് നോക്കുമ്പോൾ നമുക്ക് തോന്നും 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലമായിട്ട് അത് പൂട്ടി കിടക്കുന്ന വീടാണ്. പക്ഷെ അവിടെ ആൾക്കാർ താമസിക്കുന്ന വീടാണ്. അത്രയ്ക്കധികം ഈ ഡ്രസ്സും വേസ്റ്റും ഫുഡ് വേസ്റ്റും ബാക്കി ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെ കൂടി കൂടി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്കൊന്ന് എണീറ്റ് അത് ക്ലീൻ ചെയ്താൽ എന്താ, ഇവർക്ക് മടി ആയതുകൊണ്ടായിരിക്കും ഇവർ ക്ലീൻ ചെയ്യാത്തത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു അത്രയും ഡിപ്രഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് കട്ടിലുമെന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അത്രയും ഭയാനകമാണ് ഈ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിടന്നിടത്തുനിന്ന് എണീക്കുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും ഓക്കെ നമുക്ക് എണീക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ നമുക്കത് പറ്റില്ല. അതുപോലെ തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുളിക്കുക പല്ല് തേക്കുക അല്ലെങ്കിൽ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരെ ചില ആൾക്കാരുടെ ഡിപ്രഷൻ എത്തും. ചില ആൾക്കാർക്ക് വളരെ മൈൽഡ് ആയിരിക്കും. പക്ഷെ എന്താണ് സ്റ്റിൽ അവർക്ക് ഇപ്പം ഈ പറയുന്ന എല്ലാ സിംറ്റംസും ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഈ ഡിപ്രഷൻ ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്പേഴ്സ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ ആ സിംറ്റംസിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഡിപ്രഷനെ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര തീവ്രമായിട്ടുള്ള രീതിയിലുള്ള ഡിപ്രഷൻ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒക്കെ എല്ലാത്തിനും സെയിം തന്നെ. ഇതിൻ്റെയൊക്കെ തീവ്രതയിലുള്ള വ്യത്യാസമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്രഷന് പാറ്റേൺസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെയല്ല ഡിപ്രഷൻ വരും. ചില ആൾക്കാർക്ക് സിംഗിൾ എപ്പിസോഡ് ആയിരിക്കും. സിംഗിൾ എപ്പിസോഡ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വരുന്ന ഓൾ ഒരു പ്രാവശ്യം വരുന്ന ഒരു ഡിപ്രസീവ് എപ്പിസോഡ്. അതല്ലാണ്ട് റിക്കറൻ്റ് ആയിട്ട് ചില പിന്നെയും പിന്നെയും വരുന്ന ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 2 തവണയെങ്കിലും നമ്മൾക്ക് ആ ഡിപ്രസീവ് എപ്പിസോഡ് ഇങ്ങനെ വന്ന് പോവും. നമുക്ക് ഓക്കെ 2 ആഴ്ച നമ്മൾ വയ്യാണ്ടിങ്ങനെ കൊടുക്കണം പിന്നെ ഓക്കെ മാറി പിന്നെയും നമുക്ക് നല്ലപോലെ വെച്ചാൽ നമുക്കത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. പിന്നെ ബൈപോളാർ ഡിസോർഡർ അത് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതായിരിക്കും ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉള്ള മാനിയാക് എപ്പിസോഡ്സ് വരിക, സിംറ്റംസ് വരിക. അതാണ് ഈ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ഒരു ഏഹ്, ഇതെന്ന് പറയുന്നത്. ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ചില സമയത്ത് അവരുടെ മാനിയാക് എപ്പിസോഡ് സമയത്ത് അവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഉം. പിന്നെ അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ചിലപ്പോൾ നല്ല ഏഹ്, പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ ചിന്തിക്കുക. നേരത്തെ ഉള്ള ആ ഒരു ഡിപ്രസീവ് മൂഡല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഉന്മേഷത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. നേരത്തെ ആ ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളത് നല്ല നല്ല സെൽഫ് എസ്റ്റീം വെച്ചാൽ അവരുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യുക പെട്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഉറങ്ങണം എന്നുള്ള ഒരു ചിന്ത തന്നെ പോകും. ആ ഒരു ആവേശം കൂടിയിട്ട് അവരുടെ ഒരു ഉറങ്ങണം എന്നുള്ള ഒരു ചിന്ത പോവുക. നല്ലപോലെ ഡിസ്ട്രാക്ട് ആവുക കാര്യങ്ങളിൽ നിന്നൊക്കെ. അതുപോലെ തന്നെ റെക്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നും പിന്നും ചിന്തിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ മാനിയാക് സിംറ്റംസ് ആണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ എന്തുകൊണ്ട് നമുക്ക് ഡിപ്രഷൻ വരുന്നു, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഡയഗ്നോസിസ്, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.